ദേ ഇപ്പോൾ ഫ്രീക്കന്മാരെ ഇളക്കി മറിച്ച് ഗണേഷിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഫ്രീക്കന്മാരെ അവഗണിക്കില്ല, അവരുടെ കഴിവുകൾ കാണിക്കാൻ പ്രത്യേക സ്ഥലം കണ്ടെത്തണം. ഇത് ഫ്രീക്കൻ മന്ത്രി എന്ന് യൂത്തന്മാരും പറയുന്നു. ഒരു മന്ത്രി തങ്ങളെ പരിഗണിച്ചതിലുള്ള ആവേശമാണ് അവർക്കുള്ളത്. ഫ്രീക്കന്മാരുടെ അഭ്യാസം പൊതുനിരത്തിലാണ്. എന്നാൽ റോഡിൽ അഭ്യാസം വേണ്ട, വേറെ വഴി ഉണ്ടാക്കാമെന്നാണ് ഗണേഷിന്റെ ഉറപ്പ്. കാറും ബൈക്കും പറപ്പിച്ച് റൈഡേഴ്സ് പൊതുനിരത്തിൽ വലിയ അഭ്യാസമാണ് കാണിക്കുന്നത്. ഇത് മറ്റ് യാത്രക്കാർക്കും വലിയ അപകടം വരുത്തി വെക്കുന്നത് കേരളത്തിൽ സ്ഥിരമാണ്. ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളാണ് ഗണേഷിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. റോഡിൽ അഭ്യാസം വേണ്ട, മറ്റു വഴികൾ കണ്ടെത്താമെന്ന് ഗണേഷ് പറഞ്ഞിരിക്കുന്നത് ഏറ്റെടുത്തിരിക്കുകയാണ് ചെറുപ്പക്കാർ. ഫ്രീക്കന്മാരുടെ അഭ്യാസങ്ങൾ സർക്കാരിന് വലിയ തലവേദനയാകാറുണ്ട്. എന്നാലും ഫ്രീക്കന്മാർ ഇത് നിർത്താൻ പോകുന്നില്ല എന്നത് വാസ്തവമാണ്. ഈ സാഹചര്യത്തിലാണ് ഗണേഷ് കുമാർ പുതിയ മാർഗം കണ്ടെത്തിയിരിക്കുന്നത്. അവരുടെ കഴിവുകളെ ഒരിക്കലും അവഗണിക്കില്ല. അവർ ചെയ്യുന്ന അഭ്യാസങ്ങളൊക്കെ കഴിവ് തന്നെ ആയിരിക്കാം, പക്ഷെ അത് റോഡിൽ വേണ്ട. സ്ഥലം കണ്ടുപിടിച്ചറിയിച്ചാൽ തക്കതായ ഇൻഷുറൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അനുവദിക്കും. എന്നാൽ റോഡിൽ അഭ്യാസം പാടില്ലെന്ന് താക്കീത് ചെയ്തിരിക്കുകയാണ് ഗണേഷ് കുമാർ. ഓരോ ജീവനും പ്രാധാന്യം നൽകുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും ഗണേഷ് പറഞ്ഞു. സ്ഥലം കണ്ടെത്തിയാൽ നിയമപരമായ രീതിയിൽ അനുമതി നൽകാമെന്നാണ് മന്ത്രിയുടെ അറിയിപ്പ്. തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയാണ് മന്ത്രി ഈ വിവരം അറിയിച്ചിരിക്കുന്നത്. ഗണേഷ് കുമാറിന്റെ ഈ പ്രഖ്യാപനം കേട്ട് CPM ഞെട്ടിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും അടി കിട്ടിയ പോലെ ഇരിപ്പുണ്ട്. സർക്കാരിന് മുട്ടൻ പാരയായി മാറുകയാണ് ഗണേഷ് കുമാർ. പിണറായിയോട് പോലും ആലോചിക്കാതെയാണ് ഗണേഷ് തന്റെ വകുപ്പിൽ പല തീരുമാനങ്ങളും എടുക്കുന്നത്. അതായത് തന്റെ വകുപ്പിൽ ആരും കൈകടത്താൻ വരേണ്ട, ഞാൻ ഭരിച്ചോളാമെന്ന് മൂപ്പർ പറയാതെ പറയുന്നു. ഇത് ഇരട്ട ചങ്കന് പിടിക്കില്ലല്ലോ. മാത്രമല്ല കയറി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മലയാളികളെ മുഴുവൻ കയ്യിലെടുത്തിട്ടുണ്ട് ഗണേഷ്. ഗതാഗത വകുപ്പിലെ സകല മേഖലകളിലും കൈവയ്ക്കുന്നുണ്ട് അദ്ദേഹം. കൂടാതെ മറ്റു വകുപ്പുകളിലേക്ക് പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കുന്നുമുണ്ട്. ഇത് വകുപ്പ് മന്ത്രിമാരെ ചൊടിപ്പിക്കുന്നു. ഫ്രീക്കന്മാരെ ഇളക്കി മറിച്ചുള്ള ഗണേഷിന്റെ ഇപ്പോഴത്തെ പ്രഖ്യാപനം വലിയ പാരയാകുന്നത് മുഹമ്മദ് റിയാസിനാണ്. കാരണം ടൂറിസം വകുപ്പിൽ പല മാറ്റങ്ങൾ കൊണ്ടുവന്ന് ചെറുപ്പക്കാരെ കയ്യിലെടുക്കാൻ റിയാസ് പല പണികൾ പയറ്റിയിരുന്നു. ചെറുപ്പക്കാരിൽ ഒരു ഓളമുണ്ടാക്കാൻ വേണ്ടിയാണ് നൈറ്റ് ലൈഫ്, ടൂറിസം പോലെ പലതും കൊണ്ടുവന്നത്. പക്ഷെ അതൊക്കെ റിയാസ് വിചാരിച്ചതുപോലെ അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. എന്നാൽ ഗണേഷ് കുമാർ കയറി 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വലിയ മാറ്റങ്ങൾ. യൂത്തന്മാരെയും ഇപ്പോൾ കയ്യിലെടുത്തു. അതും ഒരു PR വർക്ക് പോലും നടത്താതെ കാര്യം സാധിച്ചെടുത്തു. മൂപ്പര് പറച്ചിലല്ല, പ്രവൃത്തിയാണ്. അതാണ് കാര്യം. ബൈക്ക് റൈഡേഴ്സും കാർ റൈഡേഴ്സും ഒക്കെ ഇതുപോലൊരു പ്രഖ്യാപനം കേൾക്കാൻ ആറ്റുനോറ്റ് കാത്തിരിക്കുകയായിരുന്നു. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് നിയമപരമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ റൈഡേഴ്സിനെ പുറത്ത് കണ്ടാൽ പോലീസ് വളഞ്ഞിട്ട് പൂട്ടും. എന്നാലും അവർ കാറും ബൈക്കും ഒക്കെ കൊണ്ട് പുറത്തിറങ്ങും. ഇതാണ് അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നത്.